വെൽക്കം എവരി വൺ. ഇത് എൽ ജി 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ കളേർഡ് ലൈൻസ് ആണ്. അതായത് ഈ സ്ക്രീനിൻ്റെ ടോപ്പ് ഭാഗത്ത് ഇങ്ങനെ ഒരു കളേർഡ് ലൈൻസ് കണ്ടില്ലേ, ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കട്ടിയുള്ള കുറച്ച് ലൈൻസ് മുകളിലും ഉണ്ട്. വെർട്ടിക്കലിൽ വരുന്ന ഒരു ഫോൾട്ടാണിത്, വെർട്ടിക്കൽ സൈഡ് വരുന്ന. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് ഒരു കപ്പാസിറ്റർ ഉണ്ട്, വെർട്ടിക്കൽ ഐസിയുടെ അടുത്തുള്ളൊരു കപ്പാസിറ്റർ. ഏകദേശം ഒരു 35 വോൾട്ട് 100 mF കപ്പാസിറ്ററാണ്. അത് ഈ ഒരു കപ്പാസിറ്റർ. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനൊരു ലൈൻസ് വന്ന് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലൈൻസ് വരാൻ. പക്ഷേ 99% ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് വേറൊരു കപ്പാസിറ്റർ ഇടയാണ്. ഇപ്പോൾ 35 വാൾട്ടിന് വരെ ഇവിടെ ഇപ്പോൾ 50 വോൾട്ട് 100 mF ഇടുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 63 വോൾട്ട് 100 mF ഇടാം. പിന്നെ അത് MF മാത്രം മാറിപ്പോവല്ലേ, എന്നാൽ പൊട്ടിത്തെറിച്ച് പോകും എല്ലാം കൂടെ. അപ്പോൾ ഇവിടെ ഈ കപ്പാസിറ്റർ മാറ്റിയിട്ട് ടി വി ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഐസി ഊരിയെടുത്തിട്ടുണ്ട്. LA7840 ആണ് ഈ വെർട്ടിക്കൽ ഐസിയുടെ നമ്പർ. അപ്പോൾ കപ്പാസിറ്ററിൽ ഈ ഒരു പ്രശ്നം മാറിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് വെർട്ടിക്കൽ ഐസി എന്ന് വിചാരിക്കാം. സോ വെർട്ടിക്കൽ ഐസി ഇപ്പോൾ LA7840 ഉണ്ട്, LA7841 ഉണ്ട്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിടാം. 41 ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഐസി 40 ആണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കാലുകളൊക്കെ സോൾഡർ ചെയ്യണം. കാലുകളെല്ലാം സോൾഡർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് തന്നെ ട്രിന്നർ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീനിങ് മസ്റ്റാണ്. എന്തായാലും ഏതൊരു സാധനം മാറ്റിയാലും അവിടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാ കാലുകളെല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ക്ലീനിങ് ആണ്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ഇതാ ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ ലൈൻസ് എല്ലാം ഡിസപ്പിയർ ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. വെർട്ടിക്കൽ ഐസി ആയിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.